ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള കുക്കർ ചിക്കൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു. സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും കുക്കർ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അതിനായിട്ട് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് മസാല നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാലയിലേക്ക് മാഗി ക്യൂബും ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ എന്തായാലും ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വരഞ്ഞ് വെച്ച ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ നമുക്ക് മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ വരയിടുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. അപ്പോൾ അത് ആ മസാലയൊക്കെ ഇപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൈയും കാലൊക്കെ അതുപോലെ ജസ്റ്റ് ഒരു നൂല് ഉപയോഗിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ കെട്ടിക്കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ചിക്കൻ്റെ കൈയും കാലൊക്കെ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാനുള്ള കുക്കർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 7 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിവശം ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഫില്ലാകുന്ന രീതിയിൽ കല്ലുപ്പ് ഇതുപോലെ നിരത്തി കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുള്ളതാണ്, അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ വാഴയില വാട്ടി വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുക്കർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കുക്കർ എടുക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കന് ഫുള്ളായിട്ട് അതിൽ ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള കുക്കർ എടുക്കാൻ നോക്കാം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ ആ കുക്കർ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വാഴയിൽ വെച്ച് കൊടുക്കാൻ നോക്കാം. അപ്പോൾ കറക്റ്റ് വാഴയിൽ ഫുള്ളായിട്ട് കവറാകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിതിനെ മുകളിലേക്കായിട്ട് ഒരു 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ കവർ ചെയ്ത് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ട് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കൊരു 40 മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് ഒരിക്കലും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 40 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കളറിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മസാല കൂട്ടുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയും നല്ല അടിപൊളി മസാലയായിരുന്നു. അപ്പോൾ ഇനി കുക്കർ ചിക്കനോ അല്ലെങ്കിൽ ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കർ ചിക്കൻ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ടൊരു 40 മുതൽ 45 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.